ഒരുപാട് ഒരുപാട് ഒരുപാട്. ആണോ? എന്തായിരുന്നു? അത് ചെറുപ്പം തൊട്ടേ ഉണ്ട്. അത് ഇപ്പൊ നമ്മളിപ്പോ ജോയിന്റ് ഫാമിലി ഒക്കെ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ വേറെ കുട്ടി ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അത് എനിക്കാണെങ്കിൽ ഞാനല്ല എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് മണ്ടൂസായിരുന്നു. അപ്പോൾ ഇപ്പോഴേ ഞാനേക്കാതിന് ഞാൻ ഏറ്റെടുത്തതെന്ന് ഞാൻ ചുമ്മാ ഏറ്റെടുക്കും. അൻസിബ എന്ന പേര് മാറ്റിയാലോ എന്ന് ഒരു തവണ ആലോചിച്ചിട്ടുണ്ട്. പേര് ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് തവണ എന്നെ എല്ലാ പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ആക്ച്വലി അതറിഞ്ഞില്ല. എല്ലാ തവണയും വിളിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ലാസ്റ്റ് സീസൺ വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. ആണോ? ഇതുവരെ പോവാത്തെന്താ? എന്തോ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. അപ്പൊ അവരോട് പറയുമോ അടുത്ത തവണ ആലോചിക്കാന്ന്? ഞാൻ ഇപ്പൊ ഇല്ല. ഒരു സിനിമാ നടനോട് വല്ലാത്ത ക്രഷ് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാലോ. അപ്പൊ സിനിമാ നടന്റെ പേര് പറഞ്ഞേക്ക്. സൂര്യ. ലാസ്റ്റ് മിനിറ്റ് നഷ്ടപ്പെട്ട സിനിമകളുണ്ട്. കൊറേ ഉണ്ട്. ആ വിഷമം എങ്ങനെയാ ഇപ്പൊ ഓവർകം ചെയ്യുന്നേ? എനിക്ക് ഫസ്റ്റ് നഷ്ടപ്പെട്ട മൂവി സെല്ലുലോയിഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്നെ സെലക്ട് ചെയ്തപ്പോൾ അപ്പോഴേ കമൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ളൊരു കുട്ടി, കുറച്ച് ചെറിയ കണ്ണൊക്കെ ഉള്ള കുട്ടിയാണ് വേണ്ടത് അതിനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് വലിയ കണ്ണാണ്, അപ്പോൾ ഹെയറൊക്കെ നല്ല ചുരുണ്ട മുടി വേണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഭാവന ചേച്ചിയൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ടായിരുന്നു നമ്മളിൽ അഭിനയിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അൻസിബ ആ ക്യാരക്ടർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടാൻ സാധ്യത കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് സമയം ചാന്ദിനിയെ കിട്ടി. അപ്പോൾ അങ്ങനെ എന്നെ റീപ്ലേസ് ചെയ്തു. അത് എനിക്ക് അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ദൃശ്യം കിട്ടിയല്ലോ. ചില സിനിമകളിൽ അഭിനയിച്ചതിന് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് സിനിമയാണെന്ന് പറയണം? അത് ഞാൻ പറയുന്നത് അവരെ ഞാൻ കുറ്റം പറയുന്ന പോലല്ലേ. ഇനി ഒരു കല്യാണം കഴിക്കണ്ടേ എന്നുള്ള ആളുകളുടെ ചോദ്യം കേൾക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട്. അതിനിപ്പോ എന്താ പറയാ, ദേഷ്യം വന്നിട്ടൊന്നുമില്ല. ഇവരോട് എന്ത് മറുപടിയാണ് അപ്പൊ കൊടുക്കാറുള്ളത്? നല്ല ആളെ എനിക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുകയാണെങ്കിൽ കല്യാണം കഴിക്കാം. ജോയിന്റ് ഫാമിലിയിലുള്ള ആളായിരിക്കണം, യാത്ര പോകാൻ ഇഷ്ടമുള്ള ആളായിരിക്കണം. ഈ രണ്ട് ഇഷ്ടങ്ങൾ എനിക്കറിയാം. ഇനി മറ്റെന്തെങ്കിലും പാർട്ട്ണർക്കുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നന്നായിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഗോസിപ്പുകൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വയം കേട്ടൊരു ഗോസിപ്പ് പറയാവോ? എന്റെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കുറെ പേര് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നു എന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് എവിടെ നിന്ന്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇല്ല. ഏതെങ്കിലും ഒരു കുരുത്തക്കേട് വീട്ടുകാര് കയ്യോടെ പിടിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കുരുത്തക്കേടല്ലല്ലോ, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആണോ? എനിക്ക് ഏതാ ഓർമ്മയുള്ള ഓർമ്മ പറഞ്ഞോ? ഓർമ്മയുള്ളത് ഒരു ദിവസം ഞാൻ നിലത്ത് കിടന്നിട്ട് ടി വി കാണാനായിരുന്നു എനിക്കിഷ്ടം. അപ്പം നിലത്ത് കിടന്ന് അന്നത്തെ ടി വി സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്ലാസ് കൊണ്ടുള്ള ടി വി സ്റ്റാൻഡായിരുന്നു. എന്നിട്ട് അതിങ്ങനെ അടച്ചു വെക്കും, അങ്ങനത്തെ ആയിരുന്നു. അപ്പം